സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിപ്പോൾ ജംഗ്ഷനിൽ ഇങ്ങനെ ചമ്രവട്ടം ജംഗ്ഷനിൽ വന്നപ്പോൾ ഇവിടെ ഈ ഹൈവേയിൽ കൂടെ പോകുന്ന വണ്ടികളൊക്കെ നമ്മളെ ജംഗ്ഷനിൽ ബ്ലോക്കായി നിൽക്കുക. അങ്ങനെ ലോറി, കണ്ടെയ്നർ ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഗ്യാസ് വണ്ടികളൊക്കെ അധികം തന്നെ പോകുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നെരിപ്പറമ്പിൽ വന്നപ്പോൾ ഇവിടെ ഹൈവേയിലേക്കുള്ള റോഡ് അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. അവിടെ ഇപ്പോൾ 2-3 കുറച്ച് ദിവസമായി അവിടെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് മഴയായ കാരണം കുറേ വണ്ടികൾ മറിഞ്ഞ് കുറേ ആൾക്കാർ വീഴാൻ പോയി. അങ്ങനെ നാട്ടുകാർ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ ആ റോഡ് അടച്ചിപ്പോൾ കുണ്ടും കുഴിയൊക്കെ പൊളിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ടിപ്പോൾ. ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പണി തുടങ്ങും. തുടങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് വീതി കൂട്ടാനുള്ള സാധ്യത, അധികമില്ല, കുറച്ച് വീതി കൂട്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ വീതി കൂട്ടി അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണി വരെ 2 വീലർ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ നാളെ മുതൽ പോകാമെന്നുള്ള പറയുന്നുണ്ട് അവർ. പക്ഷേ പെരുന്നാളായിട്ട് പണി തുടങ്ങുള്ളൂ. ഇപ്പോൾ ഈ രീതിയിലാക്കിയിട്ട് കുണ്ടും കുഴിയൊക്കെ തൂർത്ത് റെഡിയാക്കിയിട്ട്, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. പക്ഷെ ഇവിടെ വീതി ഈ ഭാഗത്ത് മാത്രമേ. പക്ഷേ നമ്മളവിടുന്ന് കടക്കുന്ന മീൻ വിൽക്കുന്ന അവിടെ നിന്ന് കടക്കുന്ന സ്ഥലം കുറച്ച് നല്ല വീതി കുറവാണ്. ഒരു 200 മീറ്റർ. അവിടെ വീതി കൂട്ടാനുള്ള സാധ്യത ഇല്ല, ഇത് കൂട്ടാനുള്ള സ്ഥലമില്ല. ഹലോ, പക്ഷേ കണ്ടെയ്നർ 2 എണ്ണം വന്ന് കഴിഞ്ഞാൽ അവിടെ കുടുങ്ങി. ചെറിയ വണ്ടി മാതിരിയല്ല. എന്താ പാട് റോഡ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നന്നാക്കാന്നറിയോ അല്ലേ? അപ്പോൾ വൺ വേ ആക്കണം എന്നാ പറഞ്ഞത്. ഒരു വണ്ടി പോണ മാതിരിയാ, 4 വണ്ടി പോണ മാതിരിയാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയിട്ട് ജനങ്ങളെ കുടിയിൽ ഭൂമിയിൽ നേരം വരെ നടക്കാനുള്ള വഴിയിലാക്കി. അല്ല, ഞാനിവിടെ ഒരു ദിവസം പെട്ടിരുന്നു. ആ, ഇവിടെ ഒരുപാട് വണ്ടികൾ പെട്ട്. മിനിയാന്നാണ് പെട്ട്. അത് 1 മണിക്കൂറാണ്. 1 മണിക്കൂറാ. ഞങ്ങൾ മണിക്കൂറുകൾ കണക്കിന് നിന്നിട്ട് ഭ്രാന്തായിക്കുന്നു. പക്ഷെ 2 ലോറികൾ, വലിയ ലോറികൾ വരുന്നത്, അത് 1 ലോറി മാത്രം അങ്ങോട്ടാക്കണം, 1 ലോറി ഇങ്ങോട്ടാക്കണം. വേറെ ഒരു രക്ഷ ഇവിടെ ഇല്ല. അല്ല, പിന്നെ റോഡ് വീതി വിട്ടണം. ഓരോരുത്തരും സ്വയിപ്പായ ആൾക്കാരാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. വണ്ടികൾ കുറേ ഏറെ നേരം നിന്ന് ഒരു 30 റുപ്യ 40 റുപ്യേൻ്റെ ഓട്ടത്തിന് ചിലപ്പോൾ 1 മണിക്കൂർ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള നെരിപ്പറമ്പിലുള്ള വണ്ടിക്കാർ തന്നെയാണ്. അപ്പോൾ വീതി കൂട്ടിയാൽ, വീതി അല്ല, വൺ വേ ആക്കിയാൽ വളരെ നന്നായി. വീതി കൂട്ടലിപ്പോൾ എന്ന് പറയാൻ കടക്കുന്നിടത്ത് എന്തായാലും വീതി കൂട്ടാനുള്ള സാധ്യത ഇല്ല. ഈ കാണുന്ന സ്ഥലം വീതി കൂടിയിട്ടാണ് നിൽക്കുന്നത്, കുറച്ച് വീതി കൂടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നന്നാക്കി അറിയ കാര്യങ്ങളൊക്കെ. സുഹൃത്തുക്കളെ, ഇതിപ്പോൾ ഹൈവേന്ന് നെരിപ്പറമ്പിൽ ഹൈവേയിലേക്ക് കയറുന്ന റോഡാണിത്. ഇതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്നും ബ്ലോക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ 2 ലോറി പോവാനുള്ള ഇവിടെ സൗകര്യം വളരെ കുറവാണ്. അത് കാരണമാണ് സംഭവം. ഇപ്പോൾ റോഡ് കാലിയാട്ടാ. റോഡ് കാലിയാണ്. ഇപ്പോൾ ബൈക്ക് പോകുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ബന്ധാക്കിയാണ്. എവിടെ ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കും. കാര്യം മാത്രം ചെയ്യാനുള്ളൂ. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വന്ന് ചെയ്തിട്ട് ഇപ്പോൾ ജംഗ്ഷനിൽ കൂടെയാണ് എല്ലാ പിന്നെ അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരവൊക്കെ അങ്ങനെ തന്നെ പോകുന്നത്. കോഴിക്കോട്ടുള്ള പോക്കും പിന്നെ തൃശ്ശൂർക്കുള്ള പോക്കും രണ്ടും ഒരേ ഇതിൽ തന്നെ പോകുന്നത്. അപ്പോൾ ജംഗ്ഷനിൽ ഇപ്പോൾ ആകെ ബ്ലോക്ക് അയക്കുന്നു. ഇവിടെയുള്ള ബ്ലോക്ക് ജംഗ്ഷനിലായി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇവിടെ പരിപാടിയൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ പൊളിച്ചിരിക്കുന്ന സാധനം കുറേ കുണ്ടും കുഴിയൊക്കെ ഉള്ള പൊളിച്ച്. പിന്നെ അതിൽ ഓരോ റോഡിലും ശരിക്ക് ഇവിടെ 2 ലോറി പോകാനുള്ള സ്ഥലം എന്തായാലും ഇല്ല. പിന്നെ റോഡ് വീതി വിട്ടാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ലേനു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുമ്പോൾ, ഞാനൊരു ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു വൺ വേ എന്ന് പറഞ്ഞാൽ, ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് മറ്റേ ഭാഗത്ത് കൂടെ വരിക, നെരിപ്പറമ്പ് റോഡിനും വരിക, സാധാ റോഡിന് വരിക, മറ്റുള്ള ഹൈവേയിൽ കൂടെ വന്ന് കയറുക. അല്ലെങ്കിൽ ഹൈവേ മറ്റേ പാലത്തിന്മേൽ ചെന്ന് കയറുക, പിന്നെ നെരിപ്പറമ്പ് വഴിക്ക് പോവുകയും ചെയ്യുക. അങ്ങനെയാണ് സംഭവം.
ഇതിപ്പോൾ 2 ഹൈവേയിൽ കൂടെ, ഒന്ന് ഹൈവേയിൽ കൂടെ പോവുക, ഹൈവേ നിന്ന് തിരിച്ച് ഇത് ജയന്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിറയെ 10 അടി വീതിയുള്ള കണക്ക് പ്രകാരം നോക്കുന്നത് 10 അടി വീതിയേ ഉള്ളൂ. ഇവിടെ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തും ഒരു 10 അടി വീതിയേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇതേനെ ഇനി റോഡ് നന്നാക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെരുന്നാൾ അതിൻ്റെ റോഡ് നന്നാക്കുന്നു ഇപ്പോൾ അവർ പറഞ്ഞത് പണിക്കാർ. അതുവരെ ഇങ്ങനെ പൊളിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ മിനിയാന്ന് ഞാൻ 1 മണിക്കൂർ ഇവിടെ കുടിക്കും. 2 ലോറി ഒന്നിച്ച് വന്നപ്പോൾ അവരവിടെ ആ മീൻ നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്ത് തീരെ സ്ഥലമില്ല, അവിടെ ഭാഗത്ത് നല്ല കുടിക്കലാണ് കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും ശരിക്ക് ഒന്ന് 1 വേ മാത്രം ആക്കണം. ഇനിയിപ്പോൾ നന്നാക്കിയാൽ തന്നെ 1 വേ ആക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവുള്ളൂ. പക്ഷേ വീതി കൂട്ടുന്ന പരിപാടി ഇപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. വീതി കൂട്ടാൻ ഇവിടെ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതല്ലേ. അപ്പോൾ അത് മുൻകൂട്ടി നോക്കണ്ട, അത് ഇപ്പോഴത്തെ കാര്യമില്ല. അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത്, ഈ ഇവിടെ ബ്ലോക്ക് മാറണമെന്നുണ്ടെങ്കിൽ ശരിക്ക് 1 വേ എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ നെരിപ്പറമ്പിന് നമ്മളെ നെരിപ്പറമ്പ് പാലം ഇറങ്ങിയിട്ട് നേരെ റൈറ്റിലേക്ക് പൊന്നാനി വഴിക്ക് പോവുക. പിന്നെ ഇതിനെ ഇപ്പോൾ 2 റൂട്ട് ഇതിന് പാടില്ല, ഒരു 1 വേ പ്രകാരം ഇവിടെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ റോഡ് നന്നാക്കിയിട്ടും കാര്യമില്ല, എന്തായാലും ബ്ലോക്കാവും ആണ് സാധ്യത. അപ്പോൾ അത് കാരണം റോഡ് നന്നാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 1 വേ. കാരണം ലോറിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പോകണ്ടേ, സ്ഥലങ്ങൾക്ക് ഓരോ സ്ഥലങ്ങൾക്ക് അവർക്ക് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1 വേ ആക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് മാറും, അല്ലാതെ ഒരു ബ്ലോക്ക് മാറൽ ഇവിടെ ഇല്ല, ഉറപ്പാണ്. കാരണം ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് റോഡ് ഓക്കെ ആവും. ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇതേനെ 2 റൂട്ട് വിടരുത്, 1 വേ മാത്രം വിടാനേ പാടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 വേ വലിയ ലോറികൾ, ചെറിയ ലോറികളല്ല, വലിയ ലോറികൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ 1 മണിക്കൂർ ബ്ലോക്ക് ചെയ്യും. അതാണ് സംഭവം. മൊത്തം 1 മണിക്കൂറാണ് ബ്ലോക്ക് ചെയ്യണം. ആ ബ്ലോക്ക് 1 മണിക്കൂർ ഇവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് 1 വേ മാത്രം നമ്മൾ ഈ റൂട്ടിന് ചെയ്യാൻ പാടുള്ളൂ. ഹൈവേ നിന്നിട്ട് ഇറങ്ങിയിട്ട് നെരിപ്പറമ്പ് പാലം വരെ 1 വേ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോണത് 1 വേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി പൊന്നാനി കൂടെ അങ്ങോട്ട് ജംഗ്ഷനിലേക്ക് പോവുക. അതാകുമ്പോൾ ഇവിടെ ബ്ലോക്ക് തീരെ ഉണ്ടാവില്ല എന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പരിശോധിച്ചിട്ട് അത് തീരുമാനിക്കുക. അല്ല റോഡ് നന്നാക്കിയോണ്ട് ഇവിടെ ബ്ലോക്ക് മാറില്ല. ലോറികൾ 22 വീലുള്ള ലോറികൾ ഒരേ സമയം അങ്ങോട്ടും കൊണ്ട് പോണതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിനിയാന്ന് ഇവിടെ 1 മണിക്കൂർ അവിടെ കുടുങ്ങി 2 ലോറികളും. അപ്പോൾ അതുകൊണ്ട് ലോറികൾ എത്ര 1 മണിക്കൂർ കൊണ്ട് ഇഷ്ടംമാതിരി ലോറികൾ അങ്ങോട്ടും കൊണ്ട് പോകുന്നുണ്ട്. കാരണം ബസ്സും ലോറിയും ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റില്ല. ശരിക്കും 10 അടി വഴിയേ ഉള്ളൂ ഇവിടെ, 10 അടി മാക്സിമം. 2 കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള വണ്ടികൾക്കൊക്കെ പ്രശ്നങ്ങളാണ്. പല വണ്ടിയിലും പല ബൈക്കും പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് റോഡ് നന്നാക്കിയാലും എല്ലാവരും ശ്രദ്ധിക്കണം. റോഡ് നന്നാക്കിയാൽ 1 വേ ഇതിൽ വിടാൻ പാടുള്ളൂ. ഇപ്പോൾ റോഡ് ഇവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ റോഡ് ഇവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇത് പെരുന്നാൾ കഴിഞ്ഞാൽ നന്നാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ക്ലിയർ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കയറ് കെട്ടി കഴിഞ്ഞാൽ ഒരു വണ്ടി ഇതന്നെ പോകുന്നില്ല. അപ്പോൾ ഇവിടെ വിശാലമായിട്ട് കിടക്കുകയാണ്. വിശാലമായിട്ട് കിടക്കാൻ കാരണം ഇവിടെ റോഡ് പൊളിച്ച് പിന്നെ നന്നാക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 വേ ഇവിടെ പാടുള്ളൂ. ഇവിടെ 2 ഭാഗത്ത് കൂടെ വണ്ടി പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ അല്ലാതെ ഇവിടുത്തെ ബ്ലോക്ക് തീരൂല. എന്താ ഇപ്പോൾ കഷ്ടം. ഇതിപ്പോൾ ഈ റോഡ് 2 അടി വീതി കൂടാനുള്ള സാധ്യത ഉണ്ട്. പണി ചെയ്യുമ്പോഴേ 2 അടി വീതി കൂടാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും റോഡ് പൊളിച്ച് ഇങ്ങനെ ആക്കിയാലാണ് നാളെ പിറ്റേ നന്നാക്കാൻ പറ്റുള്ളൂ. നന്നാക്കാൻ പോവല്ലത്. പഴയ റോഡിൽ നിന്ന് കുറച്ചൊരു 2 അടി വീതി കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കാണൊക്കെ
നികത്തിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ റോഡ് വരെയുള്ള സാധ്യത ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നത് ഇവിടെ വൺ വേ ആണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇവിടെ ഒക്കെ വീതി ഉണ്ട്. പക്ഷേ ഇവിടുന്ന് കുറച്ച് ബാക്കിലേക്ക് ബാക്കിലേക്ക് പോയാൽ ആ തിരിവിൽ വീതി കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന ഭാഗത്ത് അവിടെ ഒരു 200 മീറ്റർ വളരെ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. അതായത് 2 ലോറി വന്നു കഴിഞ്ഞാൽ എന്തായാലും സ്വീപ്പാവും. ആ 2 ലോറി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിലുള്ള വണ്ടികൾ രണ്ടും ഇവിടെയും അവിടെയും സ്വീപ്പാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ വീതി കൂടിയിട്ട് കാര്യമില്ല. പക്ഷെ വരുന്ന ആ സ്ഥലത്ത് വീതി കൂട്ടണം. പക്ഷെ അവിടെ വീതി കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉപാധിയാണ് വൺ വേ എന്ന് പറഞ്ഞാൽ 24 വീലുള്ള ലോറികളും പിന്നെ കണ്ടെയ്നർ ലോറികളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ലാഭം നോക്കി ഈ ഭാഗത്ത് കൂടെ വരുമല്ലേ. അപ്പോൾ അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വൺ വേ ആക്കുകയാണെന്നുള്ളൊരു ഉപാധി പറയുന്നത്. നമ്മൾ ഡ്രൈവറായിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കാരണം ഇവിടെ പല സമയത്തും 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ സ്വീപ്പായിക്കുന്നത്. അതുകൊണ്ടാണ് സംഭവം. അപ്പോൾ വൺ വേ ആണ് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ റോഡ് നന്നാക്കിയാൽ തന്നെ, ഇപ്പോൾ റോഡ് നന്നാക്കാതെ ഈ കെടുത്തപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാൾ കഴിയുന്നവരെ കെടുക്കും. പെരുന്നാളിൻ്റെ ഉള്ളിൽ ഇത് ശരിയാക്കും. പെരുന്നാൾ കഴിഞ്ഞിട്ട് അത് നന്നാക്കാൻ പോകുന്നതാണ് പറഞ്ഞത്. അതാണ് സംഭവം. കുറച്ച് വീതി കൂട്ടി നന്നാക്കാനാണ് അവർ പറയുന്നത്. പക്ഷേ വീതി ഇവിടെ മാത്രമേ കൂടുള്ളൂ. ബാക്കി അപ്പുറം നമ്മളെ നെൽപ്പറമ്പ് പാലം ഇറങ്ങിയിട്ട് വരുന്ന ഈ ഹൈവേക്ക് വരുന്ന ആ ഭാഗത്ത് കൂടാനുള്ള സാധ്യതയില്ല. അവിടെ ഒരു 200 മീറ്റർ വീതി കുറവുള്ള സ്ഥലമാണ്. അവിടെ കൂട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നമ്മൾ വൺ വേ പോവുകയാണ് നല്ലത്. നമ്മളെ കുറ്റിപ്പുറം ഹൈവേ എന്ന് വരുന്ന റോഡാണ് അങ്ങോട്ട് പോകുന്ന റോഡും. പിന്നെ ഇത് കാണുന്നത് കുറ്റിപ്പുറം ഹൈവേ നിന്ന് നെൽപ്പറമ്പിലേക്ക് വരുന്ന റോഡാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നെൽപ്പറമ്പിൽ നിന്ന് അങ്ങോട്ട് ഹൈവേയിലേക്ക് വരുന്ന റോഡാണ്. ഇത് ഒരൊറ്റ വൺ വേ ആക്കി കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അപ്പോൾ ഇവിടെ നല്ല വലിയൊരു ടേണിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2 വണ്ടി തിരിയാനുള്ള സ്ഥലം എന്തായാലും ഇല്ല. 2 വണ്ടി തിരിയാനുള്ള സ്ഥലം എന്തായാലും ഇല്ല. 2 വണ്ടി തിരിയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 2 ചെറിയ വണ്ടികളൊക്കെ തിരിയും. ആ സമയത്ത് 22 പിന്നെ വീലുള്ള ലോറികൾ രണ്ടും തിരിയാൻ ഇവിടെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് വൺ വേ ആക്കിയാൽ ഏറ്റവും നന്നായി. ഇനിയിപ്പോൾ റോഡ് നന്നാക്കിയാൽ പോലും വൺ വേ ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ തീരുമാനിക്കുക. ഇതിപ്പോൾ ഈ വണ്ടികളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് കുണ്ടും കുഴിയായിരുന്നു. ഇപ്പം മിനിയാന്നിപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ ചെയ്യാൻ പോയി, കുറേ ആൾക്കാർ ഇതിൽ വീണ്. അപ്പോൾ അത് കാരണം ഇന്നലെ ഇവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിച്ചിട്ട് അങ്ങനെ ഇപ്പം ഇന്ന് റോഡ് പൊളിച്ച് ഇങ്ങനെ പെട്ടുകയാണ്. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാലാണ് ഇവിടെ റോഡ് നന്നാക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ റോഡ് ഇങ്ങനെ ഇടും. അത് കഴിഞ്ഞാൽ റോഡ് നന്നാക്കും. റോഡ് പോയ ഇവിടെ കുറഞ്ഞ വീതി ഉണ്ടാവും. പക്ഷേ നെൽപ്പറമ്പിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് വീതി കുറവാണ്. പക്ഷേ അപ്പോൾ വൺ വേ ആണ് എൻ്റെ ഒരു ഓപ്ഷൻ. വൺ വേ നല്ല ബെറ്റർ ആവും. എന്തായാലും റോഡ് നന്നാക്കിക്കൊണ്ട് ഇവിടെ തടസ്സങ്ങൾ മാറാമെന്ന് തോന്നിയില്ല. പക്ഷേ പോണ വണ്ടിയുടെ സ്പീഡ് കുറച്ച് കൂടുന്നല്ലാണ്ട് ഇവിടെ ബ്ലോക്കിന് കുറവുണ്ടാകുമെന്ന് തോന്നിയില്ല. പിന്നെ 2 ലോറിയും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ പോകാനുള്ളൊരു സ്ഥലമില്ല, വഴി കൊടുക്കാനുള്ള സ്ഥലമില്ല. ഇത് വലിയൊരു കുഴിയായിരുന്നു. ഇത് ഇന്നലെ മിനിയാണ് വീഴാൻ പോയ സ്ഥലമാണ്. വെള്ളം നിന്ന് കഴിഞ്ഞാൽ കാണൂലേ. അതൊരു വലിയ കുഴിയാണ്. ഇതിപ്പോൾ തൂർത്തതാണ്. അതേമാതിരി ഇതും വലിയൊരു കുഴിയായിരുന്നു, തൂർത്തതാണ്. കുട്ടികൾക്കൊക്കെ അങ്ങോട്ടും കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ വലിയ കണ്ടെയ്നർ ലോറി 2 എണ്ണം വരിക, അല്ലെങ്കിൽ വല്ല പെട്രോൾ ടാങ്ക് വരിക, അല്ലെങ്കിൽ ഗ്യാസ് ടാങ്ക് വരിക. അപ്പോഴൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. അത് വൺ വേ ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ വലിയ വണ്ടികൾ 22-24 വീലുള്ള വണ്ടികളൊക്കെ ഇതിനെ വൺ വേ മാത്രം വിടുക, ബാക്കി പൊന്നാനി റൂട്ടിന് പോകാൻ പറയും. ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എഡ്ജിലേക്ക് ആർക്കും ഇറങ്ങാൻ പറ്റില്ല. ഈ എഡ്ജ് തീർക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരാൾ സൈഡ് കൊടുക്കാനും സമ്മതിക്കില്ല. അത്ര എഡ്ജാണ്. വണ്ടി മറിഞ്ഞ് വീഴുകയാണ്. പണി നടക്കും. പണി നടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് 2 വീലർ മാത്രമേ പോകണുള്ളൂ കേട്ടോ.